Hi friends, it's me Glenn Francis. Boya എന്ന കമ്പനിയുടെ BY-M1 എന്ന മൈക്കാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. കൂടാതെ തന്നെ ഈ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യൂ. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരു പാക്കിംഗ് കവറിനകത്താണ് നമുക്ക് ഈ മൈക്ക് ലഭിക്കുന്നത്. ഇത് നമുക്ക് ഏത് ഡിവൈസിലും കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മൈക്കാണ്. യൂട്യൂബേഴ്സിനൊക്കെ ഒരു ബെസ്റ്റ് മൈക്ക് തന്നെയാണിത്. മൊബൈൽ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, DSLR ഏത് ഡിവൈസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മൈക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മൈക്കിൻ്റെ പുറകിൽ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്തതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ആദ്യം നോക്കാം. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഇതാ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്ന് തന്നെ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ പ്രൊഡക്റ്റ് കുറഞ്ഞ പ്രൈസിൽ ലഭിക്കുന്നതാണ്. അപ്പോഴായും തന്നെ ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു യൂസർ ഗൈഡാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഓരോ ആക്സസറീസും എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത് എന്നെല്ലാം ഈ ഗൈഡിനകത്ത് കൃത്യമായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഗൈഡ് നല്ലതുപോലെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ നല്ലൊരു ലെതർ കേസിനകത്താണ് ഈ മൈക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ മൈക്കിൻ്റെ ഒരു ക്ലിപ്പും കുറച്ച് സാധനങ്ങളുമൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത്. ഈ മൈക്കിൻ്റെ ഏറ്റവും നല്ല ഫീച്ചർ ഇതിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് ഈ മൈക്കിന് കിട്ടുന്നത് 6 മീറ്റർ നീളമുള്ള കേബിളാണ്. അപ്പോൾ നമുക്ക് DSLR ക്യാമറയിലും സ്മാർട്ട് ഫോണൊക്കെ കുറച്ച് ദൂരെ വെച്ച് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനെല്ലാം ഇത് സഹായകമാവും. അപ്പോൾ ഈ മൈക്കിൻ്റെ വോയിസ് ക്വാളിറ്റി അറിയാൻ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഈ മൈക്ക് ഉപയോഗിച്ചാണ് ഈ വീഡിയോയിലെ വോയിസ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മൈക്കിലേക്ക് വിൻ ഗാർഡും ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. മൈക്കിൻ്റെ ക്വാളിറ്റി കൂടുന്ന അതിൻ്റെ പ്രൈസ് അനുസരിച്ചാണ്. പ്രൈസ് കൂടുന്തോറും മൈക്കിൻ്റെ ക്വാളിറ്റി കൂടും. 500 രൂപയിൽ താഴെയുള്ള മൈക്കൊക്കെ വാങ്ങിക്കാണ്ട് ഇതുപോലെ നല്ലൊരു മൈക്ക് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ വോയിസ് ക്വാളിറ്റിയൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ ഈ കാണുന്ന ഈ പാർട്ടിനകത്ത് നമുക്കൊരു ബാറ്ററി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ബട്ടൺ സെല്ല് കിട്ടുന്നുണ്ട്. അത് ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓൺ ഓഫ് ബട്ടൺ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മൾ DSLR ക്യാമറയിലൊക്കെ കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഓൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സ്മാർട്ട് ഫോണുകളിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇതിൻ്റെ കൂടെ ഒരു അഡാപ്റ്റർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇതുപോലെ കണക്ട് ചെയ്ത് കുറച്ചും കൂടി വലിയ പോർട്ടുകളിലൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മൈക്കിലേക്ക് ഈ ക്ലിപ്പ് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവർ മൈക്ക് നല്ലതുപോലെ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യാനുസരണം മാത്രം കേബിൾ അഴിക്കുന്നതാണ് നല്ലത്. പിന്നെ തിരിച്ച് ടൈ ചെയ്യുന്നത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. 6 മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ മൈക്ക് ഞാൻ എല്ലാ യൂട്യൂബേഴ്സിനും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. നല്ല അടിപൊളി മൈക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടാതെ തന്നെ ഈ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ നമുക്ക് അടുത്ത കാണാം. അത് Glenn Francis സൈനിങ് ഓഫ്.